കെ ഷാജി, ഇവിടെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ കാലം അങ്ങേക്ക് നന്നായി ഓർമ്മയുണ്ടാകണം. അതൊരു RSS ബാക്ക്ഡ് സംവിധാനമായിരുന്നു എന്നത് കേവലം ആരോപണം മാത്രമായിരുന്നില്ല. പിന്നീട് അതിന്റെ സംഘാടകരിൽ പ്രമുഖനായിരുന്ന പ്രശാന്ത് ഭൂഷൺ തന്നെ തുറന്ന് സംബന്ധിച്ചതാണ്. അദ്ദേഹം അതിലെ പിഴവ് തുറന്ന് സംബന്ധിച്ചതുമാണ്. ആ മൂവ്മെന്റ് വാർത്താ റിപ്പോർട്ടിങ്ങിനപ്പുറം ആ സമരത്തിന്റെ ഭാഗം പോലെ നിന്നവരാണ് നമ്മൾ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന കോയിനെ ശരിയാണോ അതോ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു വാർത്ത പോലും കൊടുക്കരുത് എന്ന വാശിയിൽ വാർത്താ തമസ്കരണത്തിൽ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ അങ്ങ് മൂടിവെക്കാം എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ അതൊരു മൗഢ്യമല്ലേ ശ്രീ ഷാജി? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഹാഷ്മി പറഞ്ഞൊരു സംഭവം എന്നെ കുറച്ച് ഓർമ്മയിൽ പുറകോട്ട് കൊണ്ടുപോകണം. നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഒരു വലിയ ആവേശമായിരുന്നു ഈ ചൈനയിലുണ്ടായിട്ടുള്ള ഒരു യുവജന വിദ്യാർത്ഥി മുന്നേറ്റം. അതിപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ അങ്ങേയറ്റം രക്തരൂക്ഷിതമായി അതിനെ എതിരിടുകയും അതിനെ ഇല്ലാതാക്കുകയും അതിനുശേഷം നാളിതുവരെ നമുക്കറിയില്ല ചൈനയിൽ അങ്ങനെ വിദ്യാർത്ഥികളുടേതായ യുവജനങ്ങളുടേതായ ഒരു പ്രതിഷേധ പീരീഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓർക്കുന്ന വേറൊരു സംഭവമാണ്, നമ്മളൊക്കെ ഒരു കുട്ടിക്കാലത്ത് വളരെ ആവേശം ഉണ്ടാക്കിയൊരു സംഭവമാണ് പ്രാഗ് വസന്തം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഗ് വസന്തം ഉണ്ടായ യൂഗോസ്ലാവിയയിൽ ഇന്ന് മലയാളിയാണ്, നമ്മുടെ പ്രശസ്തനായ മലയാളം നോവലിസ്റ്റായിരുന്ന കാക്കരാൻ എഴുതിയിട്ടുണ്ട്. ഈ പ്രാഗ് വസന്തം നടക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹം യൂഗോസ്ലാവിയയുടെ തലസ്ഥാനത്തുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അങ്ങേയറ്റം പ്രതീക്ഷാ നിർഭരരായി ജനാധിപത്യത്തിന് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി, കൂടുതൽ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ യുവാക്കളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ തോന്നി. പക്ഷെ പിറ്റേന്നായപ്പോഴേക്കും സൈന്യം ഇരച്ചു കയറുന്നു, ആ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ മുഴുവൻ വളരെ നിലംബരം ശാക്കിക്കളയുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിഷേധം, യുവാക്കളുടെ വലിയൊരു ചെറുത്തുനിൽപ്പ് ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഞാൻ ഓർക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ആം ആദ്മി പാർട്ടി വരുന്നതിന് മുമ്പ് ആ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ്റെ വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അന്ന് ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ പത്രത്തിൽ ഞാനൊക്കെ ജോലി ചെയ്ത സമയമാണ്. അപ്പം അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അതിൻ്റെ മാസ്റ്റ് ഹെഡിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടൊരു സംഭവം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ഒന്ന് പോലും ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ നോക്കുക, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, സർക്കാരുമായി അടുത്തു നിൽക്കുന്ന ഒരുപാട് മാധ്യമ സംവിധാനങ്ങൾ ഈ സമരത്തെ, ഈ പോരാട്ടത്തെയൊക്കെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാമെന്ന് നോക്കുന്നു. അപ്പം അതിൽ ചിലരൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സമീപിച്ചിട്ട് അവരുടെ പൊതുവിജ്ഞാനമൊക്കെ അളക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയോട് ചോദിക്കുന്നു, ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും യുവാക്കളിൽ നല്ലൊരു പങ്കിലും ഇപ്പോൾ അവർക്കൊരു എൻസൈക്ലോപ്പീഡിയ വിട്ടടിക്കുമെന്ന് ആവാൻ കഴിയില്ല. ഒരു ലാർജർ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ അവരുടെ ക്രെഡിബിലിറ്റി കളയാൻ ഒരു സമരത്തിന് ഒന്നടങ്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ചെയ്തൊരു പരിപാടി ഈ ആളുകളോട് പോയിട്ട് ജനറൽ നോളജിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മറുവശത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് ആരെങ്കിലും പോയിട്ട് അവരുടെ ജനറൽ നോളജ് അളക്കാൻ പോകുമോ? ഇത്തരത്തിൽ തന്നെയുള്ള ഒരു അനീതി വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ രാജ്യത്തെ ഈ ചെറുപ്പക്കാർ സംഘടിതരല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്, ഒരു ജഡ്ജിയോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വളരെ നൈമിഷികമായ ഒരു ഓൺലൈൻ ക്യാമ്പയിനിൽ കൂടെ രൂപപ്പെട്ടു വന്ന ഈ മനുഷ്യരുടെ സമരം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ട് ധർമ്മേന്ദ്ര പ്രധാനാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ മകള് നൈമിഷ പ്രധാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യമാണ്. അവർ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോ സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. ഇന്ത്യക്കാരി ഒരു യുവതി അവർ നിയമന പഠനത്തിൽ LLM-നൊക്കെ വേണ്ടിയിട്ട് വിദേശത്തെ ഏറ്റവും വലിയൊരു, വളരെ ഉയർന്ന ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൽ പ്രവേശനം നേടുകയാണ്. പക്ഷെ നമ്മൾ നോക്കുക, ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഇവിടുത്തെ നിയമ സംവിധാനത്തെ, ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ, ഇവിടുത്തെ ഭാവി തലമുറ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയുടെ മകൾക്ക് പോലും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ പുറത്തു പോകുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ വിധേയത്വമോ അല്ലെങ്കിൽ ഐഡിയോളജിയുടെ ഒരു ഭാരമോ ഒന്നുമില്ല. പക്ഷെ അവർ കൃത്യമായി ചോദിക്കുന്നു, അവരുടെ പ്രവേശന പരീക്ഷകൾ അപകടത്തിലാണ്, അവർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സമീപനം സർക്കാരിൽ നിന്ന് വരുന്നു. സർക്കാരിൻ്റെ നയ സമീപനങ്ങളിൽ അവർക്ക് പ്രാതിനിധ്യമില്ല. ഈ രീതിയിലെല്ലാം വളരെ ഗൗരവമായൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഇതിൽ വലിയൊരു അനീതിയുണ്ട്. ഈ യുവാക്കളുടെ ഇടയിലുള്ള അങ്ങേയറ്റത്തെ നിരാശയാണ്, ഫ്രസ്ട്രേഷനാണ് ഈ സമരങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ സർക്കാരും അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഈ ചെറുപ്പക്കാർക്ക് പിന്നിൽ ഏതോ വിദേശ ശക്തികളുണ്ട്. ഇത് ഇന്നും നിലയെ പറയാൻ തുടങ്ങിയതല്ല. ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനെതിരെ യുവജനങ്ങളുടെ
രക്ഷിതാക്കളുടെ പ്രതിഷേധം വരുമ്പോൾ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വരുമ്പോൾ സ്ഥിരമായി പറയുന്നൊരു പല്ലവി തന്നെയാണ് പുറത്തുനിന്നുള്ള എന്തോ ആളുകളാണ് ഇതിനെ എല്ലാം ഇൻസൈറ്റ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. കാരണം എത്രയോ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പൊതുപരീക്ഷാ സംവിധാനത്തിൻ്റെ ക്രെഡിബിലിറ്റി, മത്സര പരീക്ഷകളുടെ ക്രെഡിബിലിറ്റി, യൂണിവേഴ്സിറ്റി അഡ്മിഷനുകളുടെ ക്രെഡിബിലിറ്റി, ദേശീയ തലത്തിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ എല്ലാം ക്രെഡിബിലിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മീഡിയോക്കറായ ആളുകൾക്ക് പ്രവേശന സംവിധാനങ്ങളെ, നിയമങ്ങളെ, തത്വങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അഡ്മിഷൻ കിട്ടാനും, അല്ലാത്ത ആളുകൾക്ക്, അർഹരായ വിദ്യാർത്ഥികൾക്ക്, ബ്രൈറ്റായ വിദ്യാർത്ഥികൾക്ക് ആ സ്ഥാനം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ അവസര നിഷേധത്തിൻ്റെതായ അതിഭീകരമായ ഒരു അവസ്ഥയുണ്ട്. തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സമീപനങ്ങളിലെ വികസന സമീപനമാവട്ടെ, വിദ്യാഭ്യാസ സമീപനമാവട്ടെ, ഈ കാര്യങ്ങളിൽ ഈ പുതിയ തലമുറ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യുന്നുണ്ടോ? ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഈ രാജ്യത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ സർക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നുണ്ടോ? ഇത് ചോദിക്കാത്തത് കൊണ്ടാണ്, അങ്ങേറ്റത്തൊരു നിരാശ കൊണ്ടാണ്, അങ്ങേറ്റത്തൊരു വേദന കൊണ്ടാണ് തങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.